പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ റാൻഡമൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ അതിൻ്റെ ഒരു കോഡിംഗ് എക്സസൈസ് ആണ് നമ്മൾ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ഹെഡ് ഓർ ടൈൽസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ടോസിങ് സിസ്റ്റം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസറിനോട് ചോദിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അത് യൂസർ പറയുവാണ്, ഫസ്റ്റ് ഒരു യൂസറിനോട് ചോദിക്കുന്നു ഏതാണ് വേണ്ടതെന്നുള്ളത്, ഹെഡ് ആണോ ടൈൽസ് ആണോ എന്നുള്ളത് പറയുന്നു. ദെൻ വേണമെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളിയുടെ ബാറ്റിംഗ് സിസ്റ്റം ഒക്കെ അനുസരിച്ച് ബാറ്റിംഗ് ആണ്, അവർക്ക് ബാറ്റിംഗ് ഇട്ടിരിക്കുന്നു, ബോളിംഗ് ഇട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ മെസ്സേജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. സോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മളൊരു ഹെഡ് ഓർ ടൈൽസിൻ്റെ സിസ്റ്റമാണ്. ഇപ്പോൾ 1 വരുന്ന സമയത്ത് ഹെഡ്, 0 വരുന്ന സമയത്ത് ടൈൽസ്. സോ നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ലെങ്കിൽ ബാക്കി ഇതിൻ്റെ തന്നെ ബാക്കി സെക്ഷൻ നോക്കുക എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രോഗ്രാം സൈഡിലേക്ക് നമുക്ക് പോകാം. സോ ആദ്യമേ ഞാൻ ആ മൊഡ്യൂൾസിനെ കോൾ ചെയ്യുന്നു. ഇമ്പോർട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ റാൻഡമൈസേഷൻ മൊഡ്യൂൾസിനെ കോൾ ചെയ്യുന്നു. സോ ഞാൻ റാൻഡം മൊഡ്യൂളിനെ കോൾ ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ സൈഡ് എന്ന് പറയുന്ന നെയിമിനകത്ത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ആ മൊഡ്യൂളിൻ്റെ നെയിമിനെ ആദ്യം കോൾ ചെയ്യാം. റാൻഡം ഡോട്ട്. നമുക്കിവിടെ ഒന്നെങ്കിൽ റാൻഡം ഇൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റാൻഡം റേഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇൻറ്റീരിയർ ആയിട്ടുള്ള വാല്യൂ മതി, 0 അല്ലെങ്കിൽ 1. അപ്പോൾ റാൻഡം ഇൻറ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം റാൻഡം ഇൻറ്റിനകത്ത് നമുക്ക് 0യ്ക്കും 1നും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതായത് 0യും അല്ലെങ്കിൽ 1 എന്നുള്ള രീതിയിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. റാൻഡം റേഞ്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 0യ്ക്കും 1നും ഇടയിലാണെങ്കിൽ 1ന് താഴെയുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 0 മാത്രം കിട്ടാനുള്ള ചാൻസാണ് കൂടുതലായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ 0 മുതൽ 3 വരെയുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ 0 മുതൽ 2 വരെയുള്ള വാല്യൂസ് കൊടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ അടുത്ത തവണ 1 കിട്ടും, അടുത്ത തവണ ഒന്നെങ്കിൽ 0 കിട്ടും. അങ്ങനെ 0യ്ക്കും 1നും വാല്യൂസ് ആയിരിക്കും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് റാൻഡം റേഞ്ചിനകത്താണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ റാൻഡം ഇൻറ്റ് നമ്മൾ യൂസ് ചെയ്യുവാണ്. അതിനകത്ത് 0യ്ക്കും 1നും ഇടയിലുള്ള വാല്യൂസാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യാം. ഈ സൈഡിൻ്റെ വാല്യൂ, ഈ ലൂപ്പിനകത്ത് സൈഡിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 എന്നുള്ള രീതിയിലേക്കും കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ കോളൻ അവിടെ ഇട്ടു. ദെൻ സൈഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ്, നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് പറയാം, ഹെഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. എൽസ് ആണെങ്കിൽ, എൽസ് മീൻസ് 0 ആയിരിക്കും. സോ അവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ടെയിൽ എന്ന് പ്രിൻറ്റ് ചെയ്യാം. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ആദ്യം വന്നിരിക്കുന്നത് ഹെഡാണ് വന്നിരിക്കുന്നത്, അടുത്താണ് വന്നിരിക്കുന്നത് ടെയിലാണ് വന്നിരിക്കുന്നത്. സോ അടുത്താണ് വന്നിരിക്കുന്നത് ടെയിലാണ്. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും. ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും. സോ ഈ രീതിയിലാണ് ഹെഡ് ഓർ ടെയിൽസിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂസറിനോട് വേണമെങ്കിൽ ചോദിക്കാം, യൂസർ സെലക്ട് ചെയ്യുന്ന ഹെഡാണോ ടെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലൂപ്പിനകത്ത് ഇതുപോലെ തന്നെ ബാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ യൂസർ ചൂസ് ചെയ്തത് ഹെഡാണെങ്കിൽ, യൂസർ സെലക്ട് ചെയ്തത് ഹെഡാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ലൂപ്പിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പ്രോഗ്രാം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പല രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതായത് ഹെഡ് ഓർ ടൈൽസിൻ്റെ ഒരു ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ ഒരു യൂസറിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. സോ അതൊരു പ്രൊജക്റ്റായിട്ട് ചെയ്യാം. സോ നിങ്ങളത് ചെയ്തെടുത്ത് നോക്കാം. സോ നമുക്ക് അടുത്ത സെഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.